ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം എല്ലായ്പ്പോഴും ഏത് സ്ഥലത്തെത്തിയാലും വലിയ ഒരു ആവേശം തന്നെയാണ് ജനത്തിനുണ്ടാവുക. അത് പൊതുപരിപാടികളിൽ തന്നെ അമിത്ഷാ എത്തണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ സന്ദർശനം പോലും അത്തരത്തിലുള്ള വലിയ ആവേശകരമായ കാഴ്ചയായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. തിരുവനന്തപുരത്ത് എത്തിയ അമിത്ഷാ ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പ്രവർത്തകരിൽ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആവേശം തന്നെയാണ് ഉയർത്തിയത്. അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും ആറ്റിങ്ങലെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനും അമിത്ഷായെ സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി അടക്കം വരുന്നതിന് മുമ്പായി അമിത്ഷാ കൂടി എത്തിയതോടുകൂടി അതിൻ്റെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. ചന്തു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ യാത്രാമധ്യേയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയായിരുന്നു അമിത്ഷാ തലസ്ഥാനത്തെത്തിയത്. ഇന്ന് നാഗർകോവിലിലേക്ക് പോകുന്നതിനു മുൻപേ രാത്രി അദ്ദേഹത്തിന് വിശ്രമമൊരുക്കിയിരുന്നത് തമ്പാനൂരിലെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു. നേരത്തെ നെയ്യാറ്റിൻകരയിൽ അമിത്ഷായുടെ റോഡ് ഷോ നിശ്ചയിച്ചിരുന്നെങ്കിലും മാറ്റിവെച്ചിരുന്നു. അതിനുശേഷം ഹ്രസ്വമെങ്കിലും അമിത്ഷായുടെ തിരുവനന്തപുരം സന്ദർശനം ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെയും NDA പ്രവർത്തകർക്ക് ആവേശമായിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥി വി മുരളീധരനും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും ഹോട്ടലിലെത്തി അമിത്ഷായെ കണ്ടു. തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയായ കളീക്കാവിളയിൽ നിന്നും ഒത്തിരി ദൂരെയല്ലാത്ത തക്കലയിലെ റോഡ് ഷോ പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്കും ആവേശമായിട്ടുണ്ട്. 15-ന് പ്രധാനമന്ത്രി എത്തി മടങ്ങിയ ശേഷം വോട്ടെടുപ്പിന് മുൻപ് അമിത്ഷാ തിരുവനന്തപുരത്തെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA പ്രവർത്തകർ. ജനം, തിരുവനന്തപുരം.